ഹലോ, നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർഫേസിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താനാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഇപ്പോൾ ഇമ്പോർട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇവിടെ FBX, D5A, SKP, സ്കെച്ചപ്പിൻ്റെ ഫയലാണ്, 3DM, ABS അങ്ങനെ കുറച്ച് ഫയൽ ടൈപ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. FBX ഒക്കെ കോമൺ 3D മോഡലിൻ്റെ ഫയൽ ടൈപ്പാണ്. പിന്നെ സ്കെച്ചപ്പ് ആണെങ്കിലും D5 എന്നാൽ D5ൻ്റെ തന്നെ ഫയൽസാണ്. 3DM അങ്ങനെ ABS ഒക്കെ ഉണ്ട്, ABC ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫയൽ ടൈപ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഈ നമ്മുടെ സ്കെച്ചപ്പ് CG ടിപ്സ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഞാൻ തൽക്കാലം കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കി, ഏതെങ്കിലും വണ്ടി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കി. ഇങ്ങനെ സൂപ്പറായിട്ട് ഒരു മോഡൽ എടുക്കണുണ്ടായിരുന്നു. അപ്പോൾ 480 MB ഉണ്ട്, RAR ഫയലാണ്, കംപ്രസ്ഡ് ആണ്. അപ്പോൾ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു മോഡലിനകത്ത് കണ്ട കുറേ ഫയൽസ് ഉണ്ട്. ഒരു HDRI വരെ ഉണ്ട്. അത് ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇതാണ് അവരുടെ ആ കാറും ആ ബാക്ക്ഗ്രൗണ്ടും ഇതിലെല്ലാം അവർ തന്നിട്ടുണ്ട് ആ ഒരു ഫയലിൽ. ഇപ്പോൾ നമുക്ക് ഇവിടെ സ്കെച്ചപ്പ് ഫയലുണ്ട്, കൂടാതെ മാപ്പുകളൊക്കെ ഉണ്ട്. മാപ്പൊക്കെ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഗോൾഡ് പെയിൻ്റ് അടിക്കണമെങ്കിൽ ആ പെയിൻറ്റിൻ്റെ കുറേ മാപ്പൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് കുറേ ബ്രേക്ക് ഡിസ്കിൻ്റെ ഇമേജ്, കാർബൺ ഫൈബർ ഇമേജ് പലതും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ കാറൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്ത് പോകുന്നു. ഇവിടെ പോയിട്ട് ടൊയോട്ട ആ ഫയൽ ഓപ്പൺ അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് വരും, ലോഡിംഗ് ആണ്. ലോഡായി വന്നു കഴിയുമ്പോൾ നമുക്കത് നേരെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ മോഡലിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇതൊരു ശരിക്കും ഒരു സ്കെച്ചപ്പ് ഫയലാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേറൊരു സ്കെച്ചപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്യും. അതായത് മോഡലിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം മോഡലുകളെ, 3D മോഡലുകൾ. സ്കെച്ചപ്പ് എന്നല്ല, അവർ പറയുന്ന എക്സ്റ്റൻഷൻസ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കതുപോലെ ഇപ്പോൾ നമ്മുടെ മോഡലിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ഇപ്പുറത്ത് വേറെ വീട് വേണമെങ്കിൽ സ്കെച്ചപ്പ് ഫയലോ ഏതെങ്കിലും 3D മോഡൽ ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇതിൽ വയ്ക്കാം, ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കാം. നമ്മുടെ സിസ്റ്റം ഹാൻഡിൽ ചെയ്യണ പോലെ ഇരിക്കും കാര്യങ്ങൾ എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് മോഡലിൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. കടവിയുടെ 40% അത് 100% ആയി കഴിയുമ്പോൾ അത് ഇമ്പോർട്ട് ആവും. കുറച്ച് വലിയ ഫയലായതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. സാധാരണ കാറൊക്കെ ഒരു 3-4 MB ഉണ്ടാവാറുള്ളൂ, പക്ഷേ കുറച്ച് കൂടിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഫുള്ളായി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൊണ്ടുവരാം. ലോഡിംഗ് ആണ്. നമുക്ക് നേരെ അതിനെ ഇവിടെ റോട്ടിലൊന്ന് വെച്ച് നോക്കാം. ഇതാണ് സുപ്ര. നമ്മുടെ പുതിയ മോഡൽ സുപ്രയാണ്, പഴയതല്ല. പഴയതിനാണ് ഫാൻസ്. എന്നാലും തൽക്കാലം ഇപ്പോൾ ഇത് പിരിക്കട്ടെ. ഇപ്പോൾ ഇതാണ് കാറ്. ഇതിനെ ഇപ്പോൾ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. നമ്മളെന്താ ചെയ്യുക, ഒന്ന് ഞെക്കുന്നു, മെറ്റീരിയൽ പിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ബേസ് കളർ മാപ്പുണ്ട്. മാപ്പൊന്നുമില്ല, പക്ഷെ മാപ്പൊക്കെ ഒരു തന്നിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളവിടെ നമ്മുടെ ഫയലിൽ പോയിട്ട് മാപ്പുകൾ എടുത്തിട്ട് തൽക്കാലം ഒരു ഈ ഗോൾഡ് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആയതിനെ നമ്മുടെ കളർ അത് കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ കുറേ നോർമൽ മാപ്പുണ്ട്. നോർമൽ മെറ്റൽനെസ് അതും കൊടുക്കുന്നു. റഫ്നെസ് ഉണ്ടല്ലോ, റഫ്നെസ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, മെറ്റാലിക് ഉണ്ട്. നമുക്ക് റഫ്നെസ്സും ഉണ്ട്, മെറ്റാലിക്കും ഉണ്ട്. മെറ്റാലിക് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇപ്പം നമ്മൾ സുപ്ര. വലിയ വ്യത്യാസമൊന്നും വന്നില്ല കാണുകയാണെങ്കിൽ. ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? ഇതൊന്ന് ഭയങ്കര ഫോക്കസ് മാറിക്കിടക്കണം. ഡെപ്ത് ഓഫ് ഫീൽഡിങ് ഓഫ് ചെയ്യാം. ഓക്കെ. ഈ ഹെഡ്ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറി ലൈറ്റ് അടിച്ച് കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതെ, ഇല്യൂമിനേഷൻ വല്ലതുണ്ടോ നോക്കാം. അതിനകത്ത് കയറി ഞാൻ സാധാരണ കാറിൻ്റെയൊക്കെ അങ്ങനെ ഹെഡ്ലൈറ്റ് ഓണായി കൊടുക്കാറുണ്ട്. അതിനകത്ത് കയറി ഒന്ന് പിക്ക് ചെയ്താൽ ഒന്ന് പിക്ക് ചെയ്ത് ഓണാക്കിയ ലൈറ്റ് കത്തും. കണ്ട, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അവർ കുറേ എന്തൊക്കെയോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഫയൽസ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് കൊടുത്താൽ നമുക്കങ്ങനെ അതിനെ കാണിച്ചു കൊടുക്കാം. നമുക്കൊന്നും ഇവിടെ താഴെയുള്ള ലൈറ്റും കത്തിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ മൂവ്മെൻറ്റ് സ്പീഡ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഇട്ടേക്കുണ്ട്. അത് 3 ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അത് ഓണാക്കാമല്ലോ. ഓക്കെ, അതങ്ങനെ 2 ഓണായി.
ഇതാണ് നമ്മുടെ സൂപ്ര. ഇപ്പോഴും തന്നെ ഇപ്പം ചെറിയൊരു ലാഗ് ഇങ്ങനെ വന്നേക്കാറുണ്ടോ മൂവ് ചെയ്യുമ്പോഴൊക്കെ. അപ്പം അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ സ്മൂത്ത് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സ്മൂത്താവും. എല്ലാ ക്ലാരിറ്റി ഗ്രാഫിക്സൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പാകത്തിനാക്കി തരും. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ മരങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ സ്മൂത്തിലിട്ടൊക്കെ വർക്ക് ചെയ്താൽ പെട്ടെന്ന് കാര്യം റെഡിയാവും. ഒരു പയ്യെ ലാസ്റ്റ് റെൻഡർ ചെയ്യാൻ നേരത്ത് നമ്മൾ നേരെ ഇത് മാറ്റി സൈസിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, ഇതിനകത്ത് തന്നെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ അകത്ത് കുറേ സ്ട്രിപ്പ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിൾ കണ്ടോ, ഈ ഒരു കാണുന്ന ഒരു സിമ്പിൾ, ഈ സിമ്പിളൊക്കെ കാണാതിരിക്കാനുള്ള ആദ്യത്തെ ഓപ്ഷൻ. അതങ്ങ് ഓഫ് ചെയ്താൽ അത് പോകും, കണ്ടില്ലേ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അസറ്റ്സിൻ്റെ, അതായത് ഈ അസറ്റ്സിൽ ഈ പാർട്ടിക്കിൾസ് ഇപ്പോൾ തൽക്കാലം ഈ ഒരു ഫയർ എന്തെങ്കിലും എടുത്ത് ഞാൻ അവിടെ വെച്ച് കണ്ടോ, അതിനും ഒരു സിമ്പിളുണ്ട്. ഈ സിമ്പിൾ കാണാതിരിക്കണമെങ്കിൽ അത് നേരെ കളയാം. നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ സിമ്പിളൊന്നും വരില്ല, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണാതിരിക്കണമെങ്കിൽ അത് കളയാം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വേറെ ഓപ്ഷനാണ് പാത്ത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പാത്ത് ഒക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ കാണാതിരിക്കാൻ ഇത് എടുക്കാം. പിന്നെ സെക്ഷനൊക്കെ ഇട്ടായിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സെക്ഷൻ്റെ സിമ്പിളൊക്കെ കാണാതിരിക്കാനായിട്ടുള്ളതാണ് ഇത്. പിന്നെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ സിമ്പിൾ കാണാതിരിക്കാൻ ഇത് ഓണാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ റെൻഡർ ചെയ്യുന്നതിന് മുന്നേ ഗ്രിഡൊക്കെ വരച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഗ്രിഡ് ഓണാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഗ്രിഡ് നിങ്ങൾക്ക് ഓണാക്കാം. അതുകൊണ്ട് പിന്നെയുള്ള എന്താ മോഡുകൾ കണ്ടോ, ഇവിടെ കുറച്ച് മോഡുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന വ്യൂ. ഇതെന്ന് പറഞ്ഞാൽ വയർ ഫ്രെയിം വ്യൂ എന്ന് പറയും. നമ്മൾ ഓട്ടോക്യാഡും മറ്റും 3D സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കാണിക്കുക അറിയാൻ പറ്റും വയർ ഫ്രെയിം വ്യൂ എന്താണെന്ന്. ഫുൾ ലൈൻസ് ആയിട്ട് കാണിക്കും. പിന്നെ ഉള്ളത് ക്ലേ മോഡൽ കണ്ടോ, ഫുൾ വൈറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. പിന്നെ ഉള്ളത് ഇത് ഡൈനാമിക് എന്ന് പറയും. ഈ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് തീ എടുത്തല്ലോ, ഈ തീ ഇങ്ങനെ കണ്ടോ കത്തിക്കൊണ്ടിരിക്കണോ, ഇത് ഡൈനാമിക്. അതിന് നമുക്ക് ഇത് നിർത്തിക്കളഞ്ഞ മൂവ്മെൻ്റ് എല്ലാം പോകും. ഇപ്പോൾ വണ്ടി ഓടുന്നൊക്കെ ഉണ്ടെങ്കിലും മരങ്ങൾ അനങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നിൽക്കും, എല്ലാം സ്റ്റില്ലാവും. അതാണ് ഈ ഒരു ഓപ്ഷൻ. നമുക്ക് ഡൈനാമിക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയിരിക്കും, അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് എന്തുള്ളത്, പിന്നെ ഇവിടെ നമ്മുടെ ഓർബിറ്റ്, അതായത് നമ്മൾ ക്യാമറ മൂവ്മെൻറ്റിനാണ് അത് പറയുന്നത്, ഓർബിറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ. പിന്നെ ഉള്ളത് ഫ്ലൈ. ഞാൻ ഫ്ലൈയിലാണ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. അതായത് WASD കീസ് വെച്ച് നമുക്ക് മൂവ് ചെയ്യാം. ഷിഫ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ സ്പീഡിൽ മൂവ് ചെയ്യാം. Q ഞെക്കിയാൽ മുകളിലേക്ക് പോവും, E ഞെക്കിയാൽ താഴേക്ക് പോവും. WASD QE നമുക്ക് ഗെയിം കളിക്കുന്ന പോലെ. പിന്നെ മൗസിൽ നമ്മുടെ റൈറ്റ് ബട്ടൺ ഞെക്കിയാൽ നമുക്ക് ഇങ്ങോട്ട് പാൻ ചെയ്യാം. ലെഫ്റ്റ് ബട്ടൺ എന്തെങ്കിലും സെലക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ സ്ക്രോൾ ചെയ്താൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോവാം. സ്ക്രോൾ ബട്ടൺ ഞെക്കി പിടിച്ചും വേണമെങ്കിൽ പാൻ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് വാക്ക്. അത് നമ്മളിപ്പോൾ വാക്ക് ത്രൂ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരാൾ നടന്നു പോകുന്ന രീതിയിൽ അറിയണം. ഇവിടെ നിന്ന് ഈ റോട്ടിൽ നിന്ന് ഈ ഒരു കയറ്റം കയറുമ്പോൾ ഒരു പൊക്കമുണ്ട്, ബമ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ വാക്കിടുക. വാക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ കറക്റ്റ് തറയിലേക്ക് വരും. നമുക്ക് നമ്മുടെ ഐ ലെവൽ എത്രയാണ്, ക്യാമറ ഇരിക്കേണ്ട ഹൈറ്റ് എത്രയാണെന്ന് കൂട്ടിയും കുറച്ചും കൊടുക്കാം. നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. പിന്നെ ഇത് റോള, അതായത് ആംഗിൾ, ഈ ക്യാമറ തിരിഞ്ഞിരിക്കണോ എങ്ങനെയൊക്കെ ഇരിക്കണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെയുള്ള ഇത് മൗസിൻ്റെ സ്പീഡാണ്. അത് നമുക്ക് തൽക്കാലം സാധാരണ സ്പീഡിൽ മതി. ഈ വാക്കിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഭയങ്കര സ്പീഡുള്ള ഒരു 2 ഇട്ട് സ്പീഡ്, അത് ഞാനിവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു കയറ്റം വന്നുണ്ട്. കയറ്റം വന്നാൽ ഇവിടെ ഒരു പൊക്കമുള്ളതുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴേക്ക് പോകും. അതിലൂടെ ചെന്ന് ഇടിച്ചൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. കാർമ്മ ചെന്ന് ഇടിച്ച് നിന്നു. കറക്റ്റ് വാക്ക് ത്രൂ ഒക്കെ എടുക്കാനായിട്ടാണ് ഈ ഒരു ഈ മൂവ്മെൻറ്റ് ഇടുന്നത്. നമ്മൾ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ നമുക്ക് എന്തുള്ള ചെയ്യാനായിട്ട് ക്യാമറ കേട്ടോ. ഇപ്പോൾ ഇതിൽ ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സ്പോഷർ ആദ്യം നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഓട്ടോ എക്സ്പോഷർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കൂട്ടിയും കുറച്ചും കൊടുക്കാം നമ്മുടെ ആവശ്യാനുസരണം. അതാണിത്. അത് വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. വെർട്ടിക്കൽ ഫീൽഡ് ഓഫ് വ്യൂ, ഹൊറിസോണ്ടൽ ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. പിന്നെ ഇത് ഫോക്കൽ ലെങ്ത് എന്ന് പറയും. 15 mm ഒക്കെ, അങ്ങനെ 12 mm, 23 mm, ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോക്കൽ ലെങ്ത് കൂടും കുറയുന്നതോടെ ആകെ ഡിസ്റ്റോർഡൊക്കെ ആവും. അത് കറക്റ്റായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫീൽഡ് ഓഫ് വ്യൂ മാറും. ഇത് കണ്ടോ, ഇത് നിങ്ങൾ ക്ലിപ്പിംഗ് പ്ലെയിൻ എന്ന് പറയും. അത് നിങ്ങളിപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എടുക്കാനായിട്ടുള്ള നേരത്തെ നിങ്ങൾ ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വാളോ മറ്റോ ടച്ചായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ
ഫ്ലൈ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പറന്നിങ്ങനെ പോവാം. ഞാൻ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ഈ കാർ ഇവിടെ ഉണ്ട്. ഈ കാർ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ക്ലിപ്പിംഗ് പ്ലെയിൻ ഞാൻ കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ കണ്ടോ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു വ്യൂവിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. കണ്ടോ കാറിനെയൊക്കെ അവർ കട്ട് ചെയ്ത് കളയും. അതാണ് ക്ലിപ്പിംഗ് പ്ലെയിൻ ഉദ്ദേശം. പിന്നെ ഉള്ളത് ഡെപ്ത് ഓഫ് ഫീൽഡ്. അതായത് ഞാൻ ഇവിടെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ ഈ ഒരു ഷോട്ട് കണ്ടോ, കാർ മാത്രം ഞാൻ ഈ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കിയൊക്കെ ബ്ലറായി, നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന പോലെ. അതാണ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ഉദ്ദേശം. ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഫോക്കസ് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എത്ര മീറ്ററിലാണോ എന്നുള്ളത് നമുക്ക് ഈ ഫോക്കസ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ അപ്പോൾ അവിടെ 5 മീറ്ററുള്ളതാണ്. 5 മീറ്ററുള്ള ഒരു ഒബ്ജക്റ്റിന് ഞാൻ ഫോക്കസ് ചെയ്യണേ. പിന്നെ അതിൻ്റെ ബ്ലർ എന്തോരം വേണം, ഒട്ടും വേണ്ട, അതോ കുറേ വേണോ എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതാണ് അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ ഒരു സുപ്ര എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഈ സുപ്ര മാത്രം ഫോക്കസായി. കണ്ടല്ലോ നല്ലൊരു ഫോട്ടോ ആണല്ലോ. നമുക്ക് തൽക്കാലം ഒന്ന് റെൻഡർ ക്യൂവിലേക്ക് ഇട്ടേക്കാം, നമ്മളിലായിട്ട് എടുക്കാമല്ലോ. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ നമുക്ക് ഉള്ളത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സീനൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റെൻഡർ എടുക്കാൻ നേരത്തെ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഓൺ ആക്കാനായിട്ട്. സാധാരണ പെർസ്പെക്റ്റീവിലിട്ട് റെൻഡർ എടുക്കരുത്, കാരണം പാരലൽസ് ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. ഈ ഒരു വാള് തന്നെ നോക്കി, ഒരു വാള് കണ്ടോ, ഈ ഒരു വാള് നമ്മുടെ ഇൻ്റർഫേസും തമ്മിലുള്ള ഒരു പ്രശ്നം കണ്ടു, ഒരു ആംഗിൾ ഉണ്ട്, അത് പാരലലല്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹൊറിസോണ്ടലിലെ നോക്കുവാണെങ്കിലും പല സ്ഥലത്ത് പ്രശ്നങ്ങൾ വരും. കണ്ടോ ഇവിടെയൊക്കെ നോക്കി, ഇത് നേരെയും നമ്മുടെ ഇൻ്റർഫേസ് ചരിഞ്ഞുമായിരിക്കണം. അപ്പോൾ ആ ചരിവുകളും എങ്കോണിപ്പൊക്കെ ഒഴിവാക്കാനുള്ളതാണ് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എഡ്ജ് നോക്കിയോ, ഇവിടെ ഈ വാളും ഇതും ചരിഞ്ഞായിരിക്കുന്നത്. നമ്മൾ നേരെ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ നേരെയായി. എപ്പോഴും റെൻഡർ ചെയ്യുന്നതിന് മുന്നേ 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഓൺ ആക്കണം, മറക്കരുത്. അങ്ങനെ എടുക്കാൻ പാടുള്ളൂ റെൻഡേഴ്സ് എല്ലാം. അതാണ് അത്. പിന്നെ ഉള്ളത് നമുക്ക് ടോപ്പ് വ്യൂ കാണാം, ഫ്രണ്ട് വ്യൂ കാണാം, ലെഫ്റ്റ് വ്യൂ, ബോട്ടം വ്യൂ, ബാക്ക് വ്യൂ, റൈറ്റ് വ്യൂ. ഇപ്പോൾ റൈറ്റ് വ്യൂവിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത്, നമ്മൾ മോഡൽ വെച്ചതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലൊന്നും ഇട്ടെടുക്കണ്ട, എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ നേരത്താണ് ഇതൊക്കെ. നമ്മളിപ്പോൾ മരങ്ങളൊക്കെ നീക്കണം, അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ നിന്ന് എന്തെങ്കിലും വ്യൂവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യൂവിലൊക്കെ പോയി ചെയ്യും. എപ്പോഴും റെൻഡർ എടുക്കാൻ നേരത്ത് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഇട്ടിട്ട് റെൻഡർ ചെയ്യാനേ പാടുള്ളൂ. ഓക്കെ, അത് മറക്കാനില്ല. പിന്നെ എന്താ, നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ പിന്നെ പറയാനുള്ളത്. പിന്നെ ഇവിടെ ഫോഗും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് നേരത്തെ. ഫോഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോഗൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കുറേ ഹൈറ്റും ഫാൾ ഓഫ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ പക്കാ റെൻഡറിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മളതൊക്കെ പറയുന്നതാണ്. ഇപ്പം നമ്മൾ ഇനി ഇൻ്റർഫേസൊക്കെ ഒന്ന് പഠിച്ച് വരണുള്ളൂ. വോളിയോമെട്രിക് ലൈറ്റ് ഒക്കെ ഉണ്ട്, ഇതിൽ ഒക്കെ പറയാം. വിൻഡ് ഉണ്ട്, എന്തോരം കാറ്റടിക്കണം, നല്ല കാറ്റ് കൂട്ടിയിട്ട മരങ്ങളൊക്കെ നല്ല ഓണാണ് കണ്ടോ. ഒക്കെ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. പിന്നെ പ്രസിപ്പിറ്റേഷൻ, അതായത് മഴ പെയ്യണോ, മഴയായിട്ട് തുള്ളികളായിട്ട് തന്നെ വേണോ, തുള്ളി വേണ്ടെങ്കിൽ സ്ട്രെങ്ത് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ തുള്ളിയെല്ലാം പോവും, പടിലുണ്ടാവും, പടിൽ സ്ട്രെങ്ത് കുറേ വെള്ളപ്പൊക്കെട്ട് പോലെ വേണോ, അത് ഇച്ചിരി വെള്ളം മതിയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി മഞ്ഞ് വേണമെങ്കിൽ മഞ്ഞ് വരെ ഇതിൽ ഓണാക്കാൻ പറ്റും. മഞ്ഞ് വീഴണം നിങ്ങൾക്ക് കാണിക്കാം. മഞ്ഞിൻ്റെ സ്ലോ ഫ്ലൈക്കിന് സൈസ് കൂട്ടാൻ എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യാം. നമുക്ക് പല റെൻഡേഴ്സ് നമ്മൾ ഇനി എടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർഫേസ് പരിചയപ്പെടുത്തുന്ന പരിപാടിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ വീഡിയോ ഒക്കെ റെൻഡർ ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ബ്ലറിൽ നിന്ന് നമ്മൾ സാധാരണ ഒരു വ്യൂയിലേക്ക് വരുന്നതോ, അല്ലെങ്കിൽ ഒരു ഫുൾ ഷോട്ടൊക്കെ എടുക്കണമെങ്കിലോ എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഒരുപാട് ടെംപ്ലേറ്റൊക്കെ ഉണ്ട് വീഡിയോയിൽ, ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. നല്ലൊരു വീഡിയോ ഒക്കെ നമുക്ക് റെൻഡർ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വാക്ക് ത്രൂ എടുക്കുന്നതും അങ്ങനത്തെ, അതുപോലെ തന്നെ ചുമ്മാ ഷോർട്സ് എടുക്കുന്നതും, ഇങ്ങനത്തെ ഒരു പോർട്രേറ്റ് വ്യൂവിൽ ഷോർട്സ് എടുക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.